ഉള്ളിൽ നിന്ന് ആ ഒരു ഫയർ വരണം, കമ്മിറ്റ്മെൻറ്റ് അല്ലേ? ശരിയല്ലേ? അതെ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ മല വേണമെങ്കിലും പൊക്കിക്കൊണ്ട് വരാം, പക്ഷെ അവൻ വിചാരിക്കില്ല എന്ന് പറയാറുണ്ട്. അതെ എന്താണോ നിനക്ക് കൊത്തേണ്ടത് അതിനനുസരിച്ച് നിൻ്റെ കൊക്ക് വലുതാക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ വര എങ്ങനെ വെള്ളം വരയ്ക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയായ. നോർമലി ഉള്ള പാരഡൈമിന് പുറത്ത് കടന്നാൽ അയാളെ പിന്നെ ഭ്രാന്തൻ എന്നായിരിക്കും സമൂഹം വിളിക്കുന്നത്. സാഗര ശയന. സന്തോഷമില്ല ഉണ്ട് അല്ലേ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ജീവിക്കണതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു എക്സ്ട്രാ പവർ കിട്ടും, അല്ലെങ്കിൽ എക്സ്ട്രാ കരുത്ത് മാനസിക തലത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. രസം എന്താണെന്ന് വെച്ചാൽ അലാം അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എണീക്കും. ഇതെങ്ങനെ എണീറ്റെന്ന് ആലോചിച്ചിരിക്കും. കാര്യം അത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എണീക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ദിവസം കറക്റ്റായിട്ട് എണീക്കും. ഇതെങ്ങനെ എണീക്കണമെന്ന് ചോദിച്ചാൽ തലേ ദിവസം കൊടുത്ത ആ തോട്ട് അത്ര പവർഫുള്ളാണ്. ഉള്ളിൽ തട്ടി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കും. അതിന് പ്രപഞ്ചം കൂട്ടു നിൽക്കുന്നൊക്കെ പൗലോ കൊയ്ലോ പറഞ്ഞത്. ഗോൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ ബോൾ തട്ടി 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 അവിടെ വരെ പോകാനുള്ള കൺസിസ്റ്റൻസി നിർബന്ധമാണ്. വെൽക്കം ടു ജയൻസ് പോഡ്കാസ്റ്റ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നവീൻ ഇൻസ്പയേഴ്സ് ആണ്. ആ പേരിൽ തന്നെ ഇൻസ്പിറേഷൻ ഉണ്ട്. അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ബിസിനസ്, സെയിൽസ്, ട്രെയിൻ ദ ട്രെയിനർ എന്നീ മേഖലകളിൽ അദ്ദേഹം ശ്രദ്ധേയനാണ്. ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം ഓൾറെഡി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷത്തിലധികമായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനേക്കാൾ ഉപരി അദ്ദേഹം എൻ്റെ ഒരു ചങ്ക് ബ്രോയാണ്, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ശരിക്കും ആക്ച്വലി ഒരു മനുഷ്യന്, അത് ബിസിനസ്സുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ശരിക്കും ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ട്രെയിനർ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ ശരിക്കും? ഇത് മനുഷ്യനാണല്ലോ. മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഗുരുവും നമുക്ക് തന്നെ നമ്മുടെ ശിഷ്യനുമാവാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് വല്ലതും പഠിക്കാം, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം, കണ്ട് മനസ്സിലാക്കാം, കേട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ട്രെയിനിങ്ങിന് പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സെയിൽസാണ് ഒരാൾക്ക് പഠിക്കേണ്ടതെന്നിരുന്നു. ഞാൻ സെയിൽസാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ. അതെ. അപ്പോൾ സെയിൽസാണ് ഒരാൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ആൾക്കൊരു 20 വർഷമോ 30 വർഷമോ നന്നായി സെയിൽസിന് വേണ്ടി തന്നെ ജീവിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സർവീസ് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ, അതിൽ നിന്ന് ഓരോ ദിവസവും കിട്ടുന്ന അനുഭവങ്ങളെ എഴുതി തയ്യാറാക്കി അതിൽ എന്ത് ചെയ്തപ്പോഴാണ് തെറ്റ് സംഭവിച്ചത്, എന്ത് ചെയ്തപ്പോഴാണ് ശരി സംഭവിച്ചത്, ഇതിനെ അനലൈസ് ചെയ്ത് ആ വ്യക്തിക്ക് കൃത്യമായി അതിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാമെങ്കിൽ അവിടെ ഒരു ട്രെയിനറുടെ ആവശ്യമില്ല. ആ വ്യക്തിക്ക് തന്നെ അത് ചെയ്യാം. പിന്നെ ട്രെയിനറുടെ ആവശ്യം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ചുരുക്കം വർഷമാണല്ലോ ഭൂമിയിലുള്ളത്. അപ്പോൾ ആ ഒരു വർഷത്തിനിടയ്ക്ക് അത്രയും സമയം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മേഖലയിൽ പഠിക്കുന്നതിന് പകരം ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്നും വിസ്ഡം ആർജിച്ച ഒരു ട്രെയിനർക്ക് ഇദ്ദേഹം ഒരു 10 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ 5-6 മാസം കൊണ്ട് പരിശീലിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ടൈം എലിമെൻറ്റ് കുറച്ചെടുക്കാമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ പഠന രീതി അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈല് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചാലായിരിക്കും പഠിക്കാൻ തോന്നുന്നത്. ചില ആളുകൾക്കൊരു ടോർച്ച് അടിച്ചൊരു വെളിച്ചം കിട്ടിയാൽ മതി, അതിനെ ഫോളോ ചെയ്ത് അവർ പോകും. ചില ആളുകൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഒരു സ്വയംഭൂ എന്ന് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് തന്നെ അത് പഠിച്ച് ആർജിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ വളർന്നു വന്നതും നമ്മൾ ഡെവലപ്പ് ചെയ്തതൊക്കെ ഒരു സ്കൂളിംഗ് സംവിധാനത്തിലും കോളേജ് സംവിധാനത്തിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആയിരിക്കുന്നത് ഒരാൾ നമ്മളെ പഠിപ്പിക്കുക, ഒരാൾ നമ്മളെ പരിശീലിപ്പിക്കുക, അതിലൂടെ നമ്മൾ മിടുക്കനാവുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ കണ്ടീഷൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനറുടെ റോള് വളരെ റെലവൻ്റ് ആണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പബ്ലിക് സ്പീക്കിംഗ്, പൊതുവേദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളെ പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനേഴ്സ് ട്രെയിനിങ്ങും ഒക്കെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് പൊതുവേദി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിന് സാധിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒട്ടനവധി ആളുകളെ ഒരു 2 ദിവസത്തെ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ് വർക്ക്ഷോപ്പിലൂടെ നന്നായി സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്നെ തന്നെ പലപ്പോഴും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എത്തരത്തിലാണ് ഇവർ ഈ 2 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായത്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ മാറ്റം ഉണ്ടാവുമെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്. ആ കുഞ്ഞു കുഞ്ഞ് മൈനർ കറക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ട്രെയിനർ കേപ്പബിൾ ആയിരിക്കും. അങ്ങനെ കേപ്പബിളായ ഒരു ട്രെയിനർ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ആൾക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. അതുകൊണ്ടാണ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഭൂരിപക്ഷം വരുന്ന ജനതയെ സംബന്ധിച്ച് ആവശ്യമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്.
പലപ്പോഴും സൈക്കോളജിയുടെ ഒരു റീസെൻ്റ്ലി ഉള്ള സ്റ്റഡി പറയുന്നത് ഈ മോട്ടിവേഷൻ ബുക്കുകൾ സ്ഥിരമായിട്ട് വായിക്കുകയും ഇൻസ്പിറേഷണൽ ടോക്കുകൾ സ്ഥിരമായിട്ട് കേൾക്കുകയും ചെയ്യുന്ന അവരിൽ അവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു പക്ഷേ ഒരു റിവേഴ്സിലേക്കാണ് പോകുന്നത്. അതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത് ഏത് പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും വളരെ റെലവൻ്റ് ആയ ഒരു ചോദ്യമാണ്. വേറെ ഒരു മോട്ടിവേഷൻ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ പുസ്തകം വായിച്ചുകൊണ്ടോ ഒരു വ്യക്തി മാറണമെന്നില്ല. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡേറ്റയാണ്. ഒരു ഡേറ്റ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ ആ ഡേറ്റ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താം, ഉപയോഗപ്പെടുത്താതിരിക്കാം. അപ്പോൾ ഡേറ്റ കിട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു സന്തോഷമുണ്ട്. അതെന്താണെങ്കിലും താങ്കൾക്കാണെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ ഒരു ആവേശം തോന്നാറുണ്ടല്ലേ? അതെ അതെ നമ്മളൊരു സിനിമയിൽ ജഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചാടിയ ജഗതിയാണോ സുരാജ് വെഞ്ഞാറമൂടാണോ ഏത് ഏതൊരു സിനിമയിൽ കണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അത് ട്രോളുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൽ ആ സിനിമ നടൻ മോട്ടിവേറ്റഡ് ആയി മാറുന്നു. വേണ്ട, ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് കട്ടിൽ കിടക്കണതാണ് ആ സീൻ. അപ്പോൾ അവിടെ ആ വ്യക്തിക്ക് കിട്ടുന്ന ഡേറ്റയാണ് ഇത്. പലപ്പോഴും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത് കിട്ടുന്നത് വെറും ഡേറ്റയാണ്. ഡേറ്റ ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഡേറ്റ എന്ത് ചെയ്യണം? ആ കിട്ടിയ ഡേറ്റയെ അവൻ എഴുതി വെച്ചാൽ, അതല്ലെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റി വെച്ചാൽ അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ നമ്മളെന്നും രാവിലെ എണീക്കണം, ഇതാണ് നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ. ഈ കാര്യം നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുമ്പോൾ ആ ഡേറ്റ ഇൻഫർമേഷനായി. അല്ലെങ്കിൽ വേറെ 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഇതങ്ങ് മറന്നു പോകും. ശരിയല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പിന്നീട് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലയോ എന്ന്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് പൂർണ്ണമായും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, കുറച്ചൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കിട്ടിയ ഇൻഫർമേഷനിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഉത്തരവും ആ ഇൻഫർമേഷനിൽ കാണും. ആ ഉത്തരം എടുത്തുകൊണ്ട് ഇത് വീണ്ടും ശ്രമിക്കണം. അങ്ങനെ പലതവണ ഇൻഫർമേഷനിലേക്ക് പോവുകയും ആക്ഷൻ എടുക്കുകയും ഇൻഫർമേഷനിലേക്ക് പോവുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കറക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. ഈ കറക്ഷനായിരിക്കും നമുക്ക് അടുത്ത തലത്തിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്നത്. ആ തലമാണ് തിരിച്ചറിവ് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റ കിട്ടി, ആ ഡേറ്റയെ നമ്മൾ ഇൻഫർമേഷനാക്കി മാറ്റി, ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുത്തപ്പോൾ തോറ്റുപോയി. അപ്പോൾ വീണ്ടും ഇൻഫർമേഷനിൽ പോയി അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ആക്ഷൻ എടുത്തു. അങ്ങനെ പലതവണ ചെയ്തപ്പോൾ നമ്മളതിൽ വിജയിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ വിസ്ഡം അല്ലെങ്കിൽ തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ആ മോട്ടിവേഷൻ അവരുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാക്കാനും അവരാഗ്രഹിക്കുന്ന വിജയം കണ്ടെത്താനും സഹായിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ഥിരമായി ഈ ഡേറ്റ കിട്ടിക്കൊണ്ടേ ഒരാൾക്ക് ഇരിക്കുകയാണ്. അയാൾ ആ ഡേറ്റയിൽ നിന്നും അടുത്തൊരു ചൂടെടുക്കുന്നില്ല. ചൂടെടുക്കാത്ത പക്ഷം തുടരെ ഇത് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ മാറ്റം ഉണ്ടാവാത്ത സമയത്ത് അദ്ദേഹം ഒബ്വിയസ്ലി പുറകോട്ട് പോകാനല്ലേ സാധ്യത. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഉൾക്കാഴ്ചയോടുകൂടി ശക്തമായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സുഖമായി തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ആ മോട്ടിവേഷൻ സഹായകരമാവും. രസകരമായൊരു കോട്ടുമുണ്ട്, 99% ഹാർഡ് വർക്കും 1% മോട്ടിവേഷനുമാണ് ഒരു വ്യക്തിക്ക് വേണ്ടതെന്ന്. ആ 99% ഹാർഡ് വർക്ക് എടുക്കാൻ ഈ 1% സഹായിക്കും. പക്ഷേ ഈ 1% കിട്ടി 1% പോലും ഹാർഡ് വർക്ക് എടുത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ട മോട്ടിവേഷൻ എടുത്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാവുക. അവിടെ ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നൊരു ഘടകമായിരിക്കും അവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും മോട്ടിവേഷനപ്പുറം ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ്ങുകളാണ് കണ്ടക്ട് ചെയ്യാറ്. താങ്കൾക്ക് അറിയാവുന്ന ഓക്കെ. പിന്നെ എന്നെ ചിന്തിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ സൗഹൃദങ്ങളിലാണെങ്കിലും പല യാത്രകളിലൂടെ കണ്ടുമുട്ടിയ വ്യക്തികളാണെങ്കിൽ പോലും ധാരാളം കഴിവുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ. പക്ഷെ അവർ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് അവർക്ക് പുരോഗതിയില്ല. അവർക്ക് എന്ത് വെച്ചെന്ന് പറഞ്ഞാലും ഒരു പരാജയമാണ്. അങ്ങനെ ട്രെയിനേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മറ്റുള്ളവരിലേക്ക് ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ കൊടുത്ത് മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർ ഭയങ്കര ഡെപ്ത് നോളജുള്ള ആളുകളാണ്. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് പല കാറ്റഗറി കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാനത് അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ ഏത് മേഖല എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും
അവിടെ ഒരു ഗുരു കാണും, ഒരു ശിഷ്യൻ കാണും. ഇപ്പോൾ ഒരു കോച്ചിങ് സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സച്ചിൻ ക്രിക്കറ്റ് കളിക്കണ പോലെ അല്ലെങ്കിൽ അദ്ദേഹം സിക്സർ അടിക്കണ പോലെ അദ്ദേഹത്തിൻ്റെ കോച്ചിനെ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ സച്ചിൻ സിക്സ് അടിക്കുമ്പോൾ ബാറ്റ് എവിടെയാണ് വെക്കണത് എന്ന് സച്ചിന് ഒട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയില്ല. അദ്ദേഹം ആ സ്പോട്ടിൽ അത് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എവിടെ ബാറ്റ് വയ്ക്കുമ്പോഴാണ് ഇദ്ദേഹം അടിക്കണത് എന്നത് കണ്ടെത്തി കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ കണ്ടെത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കണത്, ഈ കോച്ച് എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിക്ക് കൃത്യമായ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ഈ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ചാനലൈസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഡയറക്ഷൻ ഈ വ്യക്തി വഴി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഫെനോമിനൻ അവിടെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് അവരെക്കാളും കൂടുതൽ അവർ കൺവേർഷനും പരിവർത്തനമൊക്കെ വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിലിരിക്കുന്ന വ്യക്തികളിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഞാൻ ട്രെയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരു വ്യക്തി അദ്ദേഹം എന്താഗ്രഹിച്ചാണോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നത് ആ വ്യക്തി അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അതിപ്പോൾ ഞാനൊരു പ്രീമിയം കാറൊക്കെ വാങ്ങിച്ചു, പക്ഷേ ആ കാറ് വാങ്ങിച്ച സമയത്തല്ല എനിക്ക് സന്തോഷം ഉള്ളിൽ തട്ടി വന്നത്. പക്ഷേ ഇത് ആഗ്രഹിച്ച് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ആ വ്യക്തിയിൽ പരിവർത്തനം ഉണ്ടാവുകയും ആ വ്യക്തി ഇത് അച്ചീവ് ചെയ്ത കാര്യം ആ വണ്ടിയോടുകൂടി തന്നെ എൻ്റെ ഓഫീസിൽ വന്ന് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു ഫോക്കസ്, അതായത് കൂടുതലും തൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്കില്ലിനെ ഉപയോഗിക്കുന്ന ആ ഒരു ഫോക്കസ്, അതിലൂടെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവിടെ ആയിരിക്കാം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. ഇതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ആൾക്കാരുടെ അവസ്ഥയോ അല്ല, ഇതിൽ തന്നെ ഒരു രണ്ടാമത്തെ കേസ് കൂടിയാണ്. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനേഴ്സ് പറച്ചിൽ മാത്രമുള്ള കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. അതായത് താങ്കളോട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയും, എന്നാൽ ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല. താങ്കളോടെല്ലാം പോസിറ്റീവായി കാണാൻ പറയും, പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തികൾ. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന എലിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ അതും ഒരു റീസൺ ആയിരിക്കാം ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് അവർ കൃത്യമായ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് പരിശീലനം കൊടുക്കുകയും അവർക്ക് വേണ്ടി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവനവനെ ഡെവലപ്പ് ചെയ്യാൻ എവിടെയോ മറന്നുപോയോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ഇൻക്ലൂഡിങ് മീ. ഓരോ ട്രെയിനേഴ്സും അത് പരിശോധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ആ പരിശോധന വളരെയധികം നന്നായി തന്നെ ആ വ്യക്തിയെ കൂടുതൽ മികച്ച ഒന്നാക്കി മാറ്റാനും അതിലൂടെ കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ മനോഹരമായ മാറ്റം വരുത്താനും സഹായകരമായി മാറുകയും ചെയ്യും. പിന്നെ എന്നെ ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടോ, അതൊരു ബിലീഫാണോ, അതെന്താണെന്നുള്ള കാര്യം ഒന്ന് പറയണം. കാരണം എന്താണ്, ചില ആളുകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്നു, എന്നാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ അറിയാം, നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടറിയാം. പക്ഷെ ആ ഒരു വ്യക്തിയിലൂടെയാണ് നമുക്കത് കേൾക്കുമ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം നവീനിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതെ അതെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു 55/5 റൂൾ എഴുതാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് എഴുതാൻ തുടങ്ങി. എനിക്ക് ഫ്രം സ്ക്രാച്ചിൽ നിന്നൊരു മാസീവ് ഷിഫ്റ്റാണ് എനിക്ക് ഉണ്ടായത്. എനിക്ക് ഈ റൂൾ അറിയത്തില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഇങ്ങനെ ഈ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാനത് പിള്ളേരോട് ചോദിച്ചിട്ടുമുണ്ട് നവീൻ്റെ അടുത്ത്. അതെ 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 ശരിക്കും അത് ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു എന്താണ് ഇൻവിസിബിളായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സാണോ, അതോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ചോദ്യം വളരെ ഡെപ്തുള്ള ചോദ്യമാണ്. അതെ, പക്ഷെ അത്ര ഡെപ്തിൽ ഞാനിപ്പോൾ ഉത്തരം സംസാരിക്കുന്നില്ല, ഇങ്ങനെ ഒരു ടോക്ക് ഷോ ആയതുകൊണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി വേണ്ട ഒരു പെരിഫറി നമുക്കൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ മകൻ, അവനെ ഞാൻ പലപ്പോഴും ഉറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങാറില്ല. പക്ഷേ എൻ്റെ വൈഫ് ആതിര, അവൾ കുഞ്ഞിനെ ഉറക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ റീസൺ എന്നുള്ളത് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. കാര്യം ഞാനും ഇതേപോലെ തന്നെയാണ് ആട്ടണത്, അവളും ഇതേപോലെ തന്നെയാണ് ആട്ടണത്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഞാൻ ആട്ടുന്ന സമയത്ത് ഉറങ്ങാത്തത്? പിന്നീട് എനിക്ക് തോന്നിയ ഒരു ഇൻഡ്യൂഷനാണ്, ശരിയോ തെറ്റോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. എങ്കിലും എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉറക്കണ സമയത്ത് പലപ്പോഴും ഇവനെ ഉറക്കിയതിന് ശേഷം വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ളതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അടുത്തൊരു ട്രെയിനിങ്ങിൻ്റെ മൊഡ്യൂൾ ഉണ്ടാക്കാൻ ഉള്ള ആ കാര്യങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ പുസ്തകം എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഇതിനെപ്പറ്റിയാണ് ചിന്തിക്കണത്. അപ്പോൾ ഇവൻ ഉറങ്ങിയതിന് ശേഷം വേണം എനിക്ക് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് കടക്കാൻ. ഇങ്ങനെ ചിന്തിച്ചാണ് പലപ്പോഴും ഞാൻ ഉറക്കിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൻ ഉറങ്ങാത്തത്. പക്ഷേ ആതിരയെ സംബന്ധിച്ച് കുഞ്ഞിന് ഉറക്കം കിട്ടണം എന്ന ആഗ്രഹത്തിലാണ് അവൾ കൂടുതൽ ഉറക്കാറ്. ആ സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലും കരിഞ്ഞാലോ പുള്ളി അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാര്യം ഒറ്റ ഒബ്ജക്റ്റീവ് ഉള്ളൂ, കുഞ്ഞിന് സന്തോഷവും സമാധാനവുമായിട്ട് ഉറങ്ങാൻ കഴിയണം. അപ്പോൾ ഇതേപോലെ ജയൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ ജയൻ എന്ന് പറയുന്ന ഒരു ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തി എന്താണെങ്കിലും ജീവിതത്തിൽ ഉയരണം, ആ വ്യക്തി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറണം എന്നുള്ളിൽ തട്ടി ആഗ്രഹിച്ചുകൊണ്ടാണ്
നമ്മൾ തമ്മിൽ അന്ന് സംസാരിച്ചപ്പം ആ റൂള് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് ഓൾറെഡി അവൈലബിൾ ആണ്. താങ്കൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ ആ ഇൻവിസിബിൾ ആയിട്ടുള്ള താങ്കൾക്ക് മാറ്റം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമായിരിക്കാം അവിടെ ഒരു ചലനം സൃഷ്ടിച്ചത്. അതുകൊണ്ടായിരിക്കാം ചില വ്യക്തികൾ പറയുമ്പോൾ നമുക്ക് ചെയ്യാനും, ചില വ്യക്തികൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ തോന്നാത്തത്. പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അല്ലേ അതിലുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം. അതെ, നമ്മൾ ഉള്ളിൽ തട്ടി ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതൊരു കണ്ടീഷനാണ്. ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഉള്ളിൽ തട്ടി അവർ നന്നാവണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യം പറയുകയും ആ വ്യക്തി അത് റിസീവ് ചെയ്യുകയും ചെയ്താൽ ഒബ്വിയസ്ലി തീർച്ചയാണ് അവിടെ റിസൾട്ട് ഉണ്ടായേ പറ്റൂ. അത് പ്രപഞ്ചത്തിൻ്റെ നിയമം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻവിസിബിൾ ഫാക്ടേഴ്സ് ഇങ്ങനെയുള്ള സെയിൽസിനാണെങ്കിലും ഡെവലപ്മെൻറ്റ്സിനാണെങ്കിലും പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നവീൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്ന് കൈ കൂട്ടി അടിക്കുമോ? ആ, കൈ കൂട്ടി അടിച്ച് കൈ ഇങ്ങനെ ഒന്ന് അകത്ത് വയ്ക്കും. അതിനിടയ്ക്ക് ഒരു തരിപ്പ് കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി നമ്മളിങ്ങനെ കൈ അടിക്കുമ്പോൾ സ്റ്റാറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതല്ലേ നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലയിൽ സ്കെയിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം പേപ്പർ പൂക്കണം അല്ലേ? ഒരു എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ നമുക്കുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളാണെങ്കിലും അതിലൊരു വേവ്സ് ഉണ്ട്. അത് നമ്മൾ കേൾക്കുന്ന കേൾവിയാണെങ്കിലും ഇതെല്ലാം വേവ്സ് ആണ്. അപ്പോൾ ഒരു എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അതല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ എന്നോട് ഇഷ്ടമല്ല, നമ്മൾ കൂട്ടല്ലേ, സ്നേഹബന്ധമല്ലേ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ രണ്ട് കാന്തം നിന്ദിച്ചേ, അപ്പോൾ ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന പോലല്ലേ നമ്മുടെ മാഗ്നറ്റിസം അല്ലേ ആക്ച്വലി നമ്മൾ കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതും പലരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാകുന്നതും. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് അല്ലേ, ഒരു ലിവിങ് മാഗ്നറ്റ് ആണല്ലേ. അതേപോലെ തന്നെ ചില ആളുകൾ നമ്മൾ റിപ്പൽ ചെയ്ത് കളയും, ചില ആളുകൾ നമ്മുടെ അടുത്ത് വരില്ല, അല്ലെങ്കിൽ ചില ആളുകൾ വരുമ്പോൾ നമ്മൾ ഓടിക്കളയും. അപ്പോൾ അവരും മാഗ്നറ്റ്സ് ആണ്, പക്ഷേ എന്തോ ഇവിടെ ഒരു പോൾ അങ്ങോട്ടും കൂടെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു ലിവിങ് മാഗ്നറ്റ് ആണ്, നമ്മളൊക്കെ ലിവിങ് ഇലക്ട്രിക് ഫീൽഡാണ്, നമ്മളൊക്കെ ലിവിങ് വൈബ്രേഷൻ ഉള്ള ആളുകളാണ്, എനർജി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവിസിബിൾ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സെയിൽസിൻ്റെ ധാരാളം വർക്ക്ഷോപ്പുകൾ എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഫോൺ ചെയ്യണ സമയത്തൊക്കെ കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കണ ആൾക്ക് നല്ല സെയിൽസ് ഉണ്ടാവണമെന്നും ആ വ്യക്തി അതിലൂടെ വിജയിക്കണമെന്നും ഉള്ളിൽ തട്ടി ആഗ്രഹിച്ച് ഞാൻ സംസാരിച്ച കോളുകളിൽ 90% ആളുകൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിൽ തട്ടി അവർക്ക് നന്മ ആഗ്രഹിച്ച് പറയുമ്പോൾ അവിടെ ക്ലോസിങ് നടക്കുന്നുണ്ടെങ്കിൽ എന്തോ ഇൻവിസിബിൾ ഫാക്ടറില്ല. കാരണം അവിടെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനപ്പുറം അതേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഈ ആഗ്രഹമില്ലാതെ പറയുകയാണെങ്കിൽ അത് നടക്കണമില്ല. അപ്പോൾ സംതിങ് ഇൻവിസിബിൾ ഈസ് ദെയർ. പിന്നെ നമ്മൾ സംസാരിക്കണ സമയത്താണെങ്കിലും നമ്മൾ പെരുമാറുന്ന സമയത്താണെങ്കിലും നമ്മളൊന്ന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരേ സെൻറ്റൻസ് 10 പേരോട് പറയുക. ആ പറയുന്ന 10 താളത്തിൽ അല്ലെ 10 ഋതത്തിൽ ആണെങ്കിൽ 10 പേർ റെസ്പോണ്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഇനി ഒരാളുടെ അടുത്ത് തന്നെ ഒരേ സ്റ്റേറ്റ്മെൻറ്റ് 10 തരത്തിൽ പറഞ്ഞാൽ ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വാക്കുകൾക്കിടയിൽ വരികൾക്കിടയിലുള്ള ആ മോഡുലേഷൻ, വരികൾക്കിടയിലുള്ള ആ ഒരു പഞ്ച്, പിച്ച്, ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു നൊട്ടേഷൻ, പവർ, ഇതൊക്കെ തന്നെ മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഇൻവിസിബിൾ ആണ് ആക്ച്വലി. ഇത് നമുക്ക് കാണാൻ പറ്റണില്ല, നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ചില ഇൻവിസിബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഗൂഢമായ രീതിയിൽ അല്ലെങ്കിൽ നിഗൂഢതയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറയുന്നതനുസരിച്ചും വൈബ്രേഷനും എനർജിയും അതുപോലെ തന്നെ ഫ്രീക്വൻസിയാണ് ഈ യൂണിവേഴ്സിലുള്ളതെന്ന് പറയുന്നത്. നിക്കോള ടെസ്ല പറഞ്ഞാണ്, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വൈബ്രേഷൻ്റെയും ഫ്രീക്വൻസിയുടെയും എനർജിയുടെയും താളത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ തിങ്കിങ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തോട്ട്സിന് എനർജി ഉണ്ടെന്ന് പറയും, ചിന്തകൾക്ക് എനർജി ഉണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിൻ്റെ സ്ഥലത്ത് താങ്കൾക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അന്ന് രാത്രി താങ്കൾ കിടന്നുറങ്ങുകയാണ്. രാവിലെ 4 മണിക്കാണ് എണീക്കേണ്ടത്. അപ്പോൾ താങ്കൾക്ക് രാവിലെ എണീക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ എന്താ സാറ് ചെയ്യണേ? 3 മണിക്കൊരു അലാം, 3:15 അലാം, 3:30. ഇതാണല്ലോ എല്ലാവരും ചെയ്യണത്. രസം എന്താണെന്ന് വെച്ചാൽ അലാം അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എണീക്കും. ഇതെങ്ങനെ എണീറ്റെന്ന് ആലോചിച്ചിരിക്കും. കാര്യം അത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എണീക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ദിവസം കറക്റ്റായിട്ട് എണീക്കും. ഇതെങ്ങനെ എണീക്കണമെന്ന് ചോദിച്ചാൽ തലേ ദിവസം കൊടുത്ത തോട്ട് അത്ര പവർഫുള്ളാണ്. തോട്ട്സിൻ്റെ ഇൻറ്റൻഷനാലിറ്റി അല്ലെങ്കിൽ തോട്ട്സിൻ്റെ ഷാർപ്നെസ് അത് കൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് പേപ്പർ കത്തിക്കുമ്പോണ്ട് ഭൂതക്കണ്ണാടി ഹൈലി ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് പേപ്പർ തീ പിടിക്കുന്ന കാണാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾ
അത്ര കണ്ട് ഫോക്കസ്ഡ് ആയാൽ അതിന് പലതും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഉള്ളിൽ തട്ടി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കും, അതിന് പ്രപഞ്ചം കൂട്ടുനിൽക്കുന്നൊക്കെ പൗലോ കൊയ്ലോ പറഞ്ഞത് അല്ലേ. എൻറ്റയർ യൂണിവേഴ്സ് കോൺസ്പയർസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവിസിബിളായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ഇൻവിസിബിളായിട്ടുള്ള ഒരു എനർജി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ളൊരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ് ഈ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു 10-20 വർഷത്തോളമായി അവൻ ഈ ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട്. അപ്പം നേരത്തെ മുതൽ ഇങ്ങനെയായിരുന്നു, ഇൻറ്റേർണലായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, അതോ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ടോ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ ഈ രീതിയിൽ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്? ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇൻ്റേർണലി തിങ്ക് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്, കൈകൾ എങ്ങനെയാണ് ചലിക്കണത്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്തു പറയുമ്പോഴാണ് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ചിരി സന്തോഷം വരുന്നത്, എന്തു പറയുമ്പോഴാണ് അവർ ചിന്തിക്കണത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള തലത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2023 ഓഗസ്റ്റിലാണ് വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ചെയ്തിരുന്നു ചെങ്ങന്നൂർ പോയിട്ട്. അവിടെ ഒരു 11 ദിവസത്തോളം രാവിലെ 4:30 തൊട്ട് രാത്രി 9 മണി വരെയുള്ള ടൈമിൽ മെഡിറ്റേഷൻ പ്രോസസ്സുകളാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ കണ്ണടച്ച് മിണ്ടാണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് ഗ്യാപ്പും കിട്ടും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡെയിലി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ 3-4 ദിവസം എണീറ്റ് പോയാൽ മതി എന്നായിരുന്നു ചിന്ത. പക്ഷെ പിന്നെ ആ ചിന്ത അങ്ങ് കട്ടായ ടൈം ഫ്രെയിമിൽ ശരീരത്തിലുള്ള വൈബ്രേഷൻസ് ആണെങ്കിലും പിന്നെ നമ്മൾ പല കളേഴ്സ് സ്വപ്നം കാണാറുണ്ടല്ലേ. പക്ഷേ രസകരമായിട്ടുള്ള കളേഴ്സും നമ്മൾ ഈ ഒരു ഇവിടെ നിൽക്കുകയാണ്, ഭൂമിയിലുള്ള ആളാണ് എന്നുള്ള ആ ഒരു കോണ്ടാക്റ്റ് അങ്ങ് പോവുകയാണ്. കോണ്ടാക്റ്റ് പോയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്, ഒരു സ്വപ്ന ലോകത്തിലൂടെ പോയി മണി അടിക്കും 1 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോഴായിരിക്കും നമ്മളിവിടെ ഇരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ ഈ വൈബ്രേഷൻസ് ശരീരത്തിൻ്റെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ സെൻസിങ് അല്ലെങ്കിൽ ആ ഒരു സെൻസ് അത് ഇതിന് ശേഷം ഉണ്ടായതാണ്. അതിന് ശേഷം എനിക്ക് അറിയില്ലായിരുന്നു. അതിന് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സെൻസേഷനൊക്കെ കൃത്യമായ രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഉള്ളിലൊരു സംഭവം ഉണ്ട്, ഉള്ളിലൊരു എനർജി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ അങ്ങനെ ചിന്ത പോയിട്ടില്ല. ചിന്തയാണല്ലോ നേരത്തെ പറഞ്ഞ തോട്ട്സ് ആണല്ലോ. ആ തോട്ട്സിൻ്റെ ഷാർപ്നെസ് കൂടിയപ്പോഴാണ് ആക്ച്വലി ഉള്ളിലുള്ള ഒരു ഉലകം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് മുൻപ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് അത്ര കണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുള്ളതല്ലാതെ ഒരു ഉള്ളിലേക്ക് അങ്ങനെ വലിയൊരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി ആണ്, ഒരു 1 ഇയർ ബാക്കാണ് ആ ഒരു ചിന്തയിലേക്കൊക്കെ മാറുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാമല്ലോ ആ കാര്യങ്ങളൊക്കെ. അപ്പം കഴിഞ്ഞ 20 വർഷമായിട്ട് ധാരാളം ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു മാറ്റത്തിന് ശേഷം അല്ലെ ബോഡി കൂടുതൽ സെൻസ് ചെയ്യാൻ തുടങ്ങി, അല്ലെ കൂടുതൽ ഒബ്സർവേഷൻ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇൻറ്റേർണലി ഒരു ക്ലെൻസിങ് നടക്കുന്നു, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ഓട്ടോമാറ്റിക്കലി, ആ ഒരു സെഗ്മെൻറ്റിലേക്ക് എത്തിയതിന് ശേഷമുള്ള ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? മീൻസ് നേരത്തെ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടോ? അത് മുൻപ് നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോഴും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്. അവർക്ക് സെയിൽസാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ സെയിൽസിൽ റിസൾട്ട് ഉണ്ടാവും. ട്രെയിനിങ് ആണ് പഠിക്കാൻ വന്നെങ്കിൽ അവർ ട്രെയിനർ സ്കിൽസ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ട്രെയിനിങ്ങിനാണോ അവർ വരുന്നത് അതിൻ്റെ റിസൾട്ട് അവർക്ക് അന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് അവർക്ക് കൂടുതലും ബഹുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബഹുമാനത്തിനപ്പുറം അവർക്കൊരു സ്നേഹമുണ്ട്. അവരെന്തെങ്കിലും ഒരു കാര്യമുണ്ട് വിളിച്ച് പറയാനും സംസാരിക്കാനും ആ ബഹുമാനം എലിമെൻറ്റിനേക്കാൾ കൂടുതൽ ആ സ്നേഹം എലിമെൻറ്റ് ഈ ഒരു പ്രോസസ്സിന് ശേഷം സംഭവിക്കുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ കൂടുതൽ ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ എങ്ങനെയാണ് ചലിക്കണേ, കണ്ണെങ്ങടാ പോണത്, അദ്ദേഹം നടക്കുമ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി കുറേ മൈന്യൂട്ട് ഏരിയാസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഷൻ പ്രോസസ്സ് നിരവധി തവണ ചെയ്തതാണ്. പക്ഷെ അന്നെടുത്ത എഫേർട്ട് ഇപ്പോൾ വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു കവർ ചെയ്യാൻ എന്ത് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു പ്രോസസ്സിങ് സ്പീഡ് കുറച്ചും കൂടെ കൂടിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ രസകരമായി വരുന്ന വെച്ചാൽ പലപ്പോഴും പല കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ നമ്മൾ സംസാരിക്കുമല്ലോ. ഇതിന് ശേഷം നമ്മൾ ഓഫീസിൽ വന്ന ശേഷം എന്ത് ചെയ്യും, ഇത് നമ്മുടെ ടീമിന് കൊടുത്തിട്ട് അവരത് വീഡിയോ എഡിറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പലപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന ഞാൻ തന്നെ ആയിരിക്കും, ഒരു റീച്ചൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കാണുമ്പോൾ ചേട്ടാ ഇത് ഞാൻ പഠിച്ച കാര്യമല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. അതായത് ആ സമയത്ത് ഞാൻ പഠിച്ച് പ്രിപ്പയർ ചെയ്ത കാര്യമല്ല പറയണത്, ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് പറയുകയാണ്.
പറഞ്ഞതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ തന്നെ ഇരുന്ന് റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെയാണ് ഒരു ഡ്രമാറ്റിക് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും സ്ട്രാറ്റജിയേക്കാൾ കൂടുതൽ എന്താണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറഞ്ഞ ഇൻവിസിബിൾ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് വേണേൽ പറയാം. വേണമെങ്കിലല്ല 100% പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ 100% പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതൊരു ഏരിയയിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഏൻഷ്യൻ തോട്ട് പ്രോസസ്സായിട്ട് പറയും ഭവം ഭവാനി എന്ന് പറയും. എന്താണോ നമ്മളെ സൃഷ്ടിച്ച ആ ഒരു പ്രപഞ്ചം ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ വരട്ടെ, എന്താണെങ്കിലും ഞാൻ ഓക്കെ അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വീഡിയോസ് നമ്മൾ ചെയ്യണം അല്ലേ, ക്ലാസ്സുകൾ എടുക്കണം, നമ്മുടെ കസ്റ്റമേഴ്സിലെ ക്ലയൻസുമായിട്ട് വിളിച്ച് സംസാരിക്കണം, മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം പൂർണ്ണമായും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യാനായി ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ എനർജി കൂടെ ഉണ്ട് എന്നുള്ളൊരു ബിലീഫ് ശക്തമായി തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുണ്ട്. ഒരു സൈക്കോളജിക്കൽ തലമായിരിക്കും ഒരു പക്ഷേ. എനിവേ അതുകൊണ്ട് പോസിറ്റീവ് ഔട്ട്കമാണ് എൻഡ് ഓഫ് ദ ഡേ റിസൾട്ടായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ആത്മവിശ്വാസക്കുറവ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ചെയ്യാനാണെങ്കിൽ പോലും ആളുകൾ പിന്നോട്ട് പോവാം. എന്താണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് എന്താണ് ഒരു മാർഗം? ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ഈ കോൺഫിഡൻസ് ഒരാളിൽ പെട്ടെന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് ആവൂ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു സാധനമല്ല ഈ കോൺഫിഡൻസ്. അതിനൊരു കണക്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൾ കമ്മിറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾക്ക് ഒരു ഹിമാലയം കീഴടക്കണം, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ആദ്യം ഉള്ളിൽ നിന്ന് ആ ഒരു ഫയർ വരണം, കമ്മിറ്റ്മെൻറ്റ് അല്ലേ? ശരിയല്ലേ? നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ മല വേണമെങ്കിലും പൊക്കിക്കൊണ്ടുവരാം, പക്ഷെ അവൻ വിചാരിക്കില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ഉള്ളിൽ തട്ടിയുള്ള ഒരു ഇൻറ്റൻഷൻ, ആ കമ്മിറ്റ്മെൻറ്റ്, അർപ്പണ മനോഭാവം, എന്തെങ്കിലും എന്തുണ്ടോ അതും വെച്ചുകൊണ്ട് എനിക്കത് വേണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറേ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ എന്താണോ ആ ഒരു ഫയറോട് കൂടിയുള്ള ഇൻറ്റൻഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വിളിക്കാം, അർപ്പണ മനോഭാവം. ഈ കമ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മനുഷ്യൻ്റെ രീതി എന്ന് വെച്ചാൽ ഒരു ധൈര്യമാണ്. കമ്മിറ്റ്മെൻറ്റ് വന്നാൽ പിന്നെ ഒരു ധൈര്യം വരും. ശരിയല്ല? ഇപ്പോൾ നമ്മൾ പലപ്പോഴും പേടിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ കീഴടക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴാണ്. അതെ. പനിയെ ഭയങ്കര പേടിയുള്ളൊരു അമ്മയാണെന്നിരിക്കട്ടെ, പനി വന്നാൽ ഉടനെ കിടക്കണ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, പക്ഷേ കുഞ്ഞിന് വയ്യ ആ സമയത്തെങ്കിൽ ആ പനി മറന്ന് അവർ ആ കുഞ്ഞിനെ എടുത്തിട്ട് ആശുപത്രിയിൽ പോകും. ഇപ്പോൾ ഒരു കറേജ് വരികയാണ്. എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻവിസിബിൾ എനർജി പോലെ പെട്ടെന്നൊരു എനർജി വരികയാണ്. ഓക്കെ, അവിടെ നമ്മളൊരു കറേജ് വരും, ധൈര്യം വരും. കറേജ് വരുമ്പോഴാണ് മനുഷ്യന് ക്രിയേറ്റീവായിട്ട് എന്താ ചെയ്യാൻ പറ്റണം അടുത്ത സ്റ്റെപ്പിൽ നിന്ന് ചിന്തിക്കാൻ പറ്റണം. കറേജ് ഇല്ലാത്തവൻ ചിന്തിക്കില്ല. കറേജ് ഇല്ലാത്ത ആൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് ധൈര്യമില്ല, ചെയ്യണമെന്നുള്ള തോന്നൽ വരണമെങ്കിൽ ധൈര്യം വേണം. ആ ധൈര്യം വന്നാൽ പിന്നെ എങ്ങനെ ചെയ്യണം എന്നായി ചോദ്യം. അതായത് ക്യാൻ ഐ ഡൂ ദിസ് മാറിയിട്ട് ഹൗ ക്യാൻ ഐ ഡൂ ദിസ് എന്നുള്ള ഒരു ചോദ്യമായി. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാറിയിട്ട് എങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 കമ്മിറ്റ്മെൻ്റ് ആണ്. കമ്മിറ്റ്മെൻറ്റ് ഹൈ ലെവൽ ഇൻറ്റൻഷനിൽ വരുമ്പോൾ ഒരു ഫയർ കിട്ടും. ആ ഫയർ വെച്ച് നമുക്കൊരു കറേജ് ഉണ്ടാവും. ഈ കറേജ് അല്ലെങ്കിൽ ധൈര്യമാണ് ക്രിയേറ്റീവായി നമ്മളെ ചിന്തിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ബേസിക് കപ്പാസിറ്റി എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞു കോഴ്സ് റെക്കോർഡ് ചെയ്യാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ ആ വ്യക്തിക്ക് എനിക്ക് എന്താണെങ്കിലും വീഡിയോ എടുക്കണം, എനിക്ക് ആ ഒരു കോഴ്സ് റെക്കോർഡ് ചെയ്യണം എന്ന ചിന്ത വരുമ്പോൾ അയാൾക്ക് ധൈര്യം വരും, ഞാൻ ചെയ്യാം. അപ്പോൾ കപ്പാസിറ്റി ഉണ്ടാക്കുക ആളെന്ത് ചെയ്യും? കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യും, ഓഡിയോ റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും, സ്വന്തം മൊബൈലിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പല സ്ട്രാറ്റജികൾ എടുത്തുകൊണ്ട് അദ്ദേഹം പതുക്കെ അതിൽ കപ്പാസിറ്റി ഉള്ളവനായി മാറും. ഈ കപ്പാസിറ്റി തുടരെ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഉണ്ടാവുന്ന കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അവൻ കോമ്പീറ്റൻ്റായി മാറും, കോമ്പീറ്റൻസി ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോൺഫിഡൻസ് ഒരാൾക്ക് വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൾ ആ കാര്യം ചെയ്യാൻ അത്ര കണ്ട് കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നത് അളക്കുക എന്നുള്ളത്. അതാണ് പോയിന്റ് അല്ലേ?
കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അതെ, വേരിലാണല്ലോ ചികിത്സ വേണ്ടത്. അതെ അതെ അതെ. മരത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേരി എന്നുള്ള പ്രശ്നം കൊണ്ടാണല്ലോ ഈ പ്രോബ്ലം വരുന്നത്. അപ്പം എന്താണ് വേരി എന്ന് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കമ്മിറ്റ്മെൻ്റ് ആണ് വലിച്ചെടുക്കുന്നതെങ്കിൽ മുകളിൽ വരേണ്ടത് വരും. അവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ എന്തൊക്കെ കോൺഫിഡൻസ് കൊടുത്താലും മുകളിൽ വരില്ല. അപ്പോൾ വേരുകൾ ശക്തമാകണമെങ്കിൽ കമ്മിറ്റ്മെൻ്റ് എലിമെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അതാണ് കോൺഫിഡൻസിൻ്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞ കാര്യം. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഈ ബിസിനസ് കൺസൾട്ടൻസ് അല്ലെങ്കിൽ സെയിൽസ് മേഖലയിലുള്ള ആളുകൾ ഇപ്പം ചില പഠനങ്ങൾ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീക്കിലി അല്ലെങ്കിൽ പെർ ഡേ എനിക്ക് ഇന്ന പ്രോഡക്റ്റ് 50 സെയിൽസാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ അവർ 50 സെയിൽസ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഒരു 30 ചെയ്യാം അല്ലെ 20 ചെയ്യാം. അല്ലെ അവർക്ക് ഇങ്ങനെ ഞാൻ ആരും പറയുന്നത് കേട്ടില്ല, എനിക്ക് 1000 സെയിൽസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലോജിക്കിന് അതീതമായിട്ട് ഒരു കോൺഫിഡൻസോടുകൂടി പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി അങ്ങനൊരു പ്രോസസ്സ് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനൊരു സിസ്റ്റം ആക്ച്വലി വർക്ക് ചെയ്യുമോ? എൻ്റെ കേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കേസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ആ 360 ഡിഗ്രി. അതെ, 360 ഡിഗ്രി. ഓ ശരി ശരി. അതായത് നോർമലി ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാംസ്, അല്ല ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം തരാം. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഉള്ളൊരു പാരഡൈമിന് അപ്പുറം ഒരു വ്യക്തിക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് അല്ലേ? അതെ. അത് നോർമലി നമ്മളൊരു വര വരച്ചിരിക്കുകയാണ്. ആ വരയ്ക്കപ്പുറം നമ്മൾ കടക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? നമ്മളല്ല അവിടുത്തെ കാരണം, പിന്നെ വരയാണ് ആ കാരണം. നമുക്ക് ആ വരയുടെ പുറത്ത് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വരയാണ് അവിടുത്തെ കാരണം. ഈ വര ആരാ വരച്ചേ? നമ്മൾ തന്നെ. നമ്മൾ മാത്രമല്ല, പിന്നെ നമ്മൾ ജനിച്ച വീട്ടിൽ നിന്നും വര വരച്ചിട്ടുണ്ട്. ഓ ശരി ശരി. അതിൽ ആദ്യത്തെ വരയാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അപ്പം നമ്മൾ എന്താ ചിന്തിച്ചു വെച്ചേ? നമ്മുടെ കൊക്ക് ചെറുതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണോ നിനക്ക് കൊത്തേണ്ടത് അതിനനുസരിച്ച് നിൻ്റെ കൊക്ക് വലുതാക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ വര എങ്ങനെ വെള്ളം വരയ്ക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയായാണ്. ബേസിക് സ്ക്രിപ്റ്റ് അങ്ങനെ നമുക്ക് കിടക്കണത്. നമ്മൾ ഇൻറ്റൻഷനലി ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ പൊളിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? ഇനി അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആനകളെല്ലാം ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കാന്നിരിക്കട്ടെ, എല്ലാ ആനകളും ചങ്ങല തന്നെ നിന്ന ഏറ്റവും മിടുക്കനായ ആനയത്. ഒരെണ്ണം ചങ്ങല പൊട്ടിച്ചാൽ മാതവിളകിയ ആനയാവും. ശരിയല്ലേ? അപ്പോൾ നോർമലി ഉള്ള പാരഡൈമിന് പുറത്ത് കടന്നാൽ അയാളെ പിന്നെ ഭ്രാന്തൻ എന്നായിരിക്കും സമൂഹം വിളിക്കുന്നത്. പലപ്പോഴും ആ വരയുടെ പുറത്ത് കിടക്കാനായിട്ട് ആളുകൾ പേടിപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, ആ വരയുടെ പുറത്ത് കിടക്കുന്നത് എളുപ്പമുള്ള പണിയല്ല. രണ്ടാമത്തെ കാര്യം, കടന്നാൽ ഇങ്ങനൊരു പ്രശ്നം കൂടി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി എനിക്കുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ രീതിയിൽ സെയിൽസിൻ്റെ വർക്ക്ഷോപ്പ് നടത്തുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് എല്ലാ മാസവും നടത്തലുണ്ടായിരുന്നു. ഒരു 10 to 20 മെമ്പേഴ്സാണ് എല്ലാ വർക്ക്ഷോപ്പിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ റെഗുലറായി നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിലൊരു തീരുമാനം എടുക്കുകയാണ്. അത് ഞാനായിട്ട് തീരുമാനം എടുത്തതല്ല, ചില സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതാണ്. നമുക്കൊരു 300 പേരുടെ വലിയ പ്രോഗ്രാം ഇവിടെയുള്ളൊരു 5 സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം 4 ആളുകൾ വന്നു. അപ്പോൾ അവരെന്നോടൊപ്പം വരികയും അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, താങ്കൾ ക്ലാസ് എടുത്താൽ മതി, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത്. എന്നാൽ ഒരു 2-2.5 മാസം സമയമാണ് ഈ പ്രോഗ്രാമിൻ്റെ നവംബർ 25 ഡേറ്റ് അന്ന് ഫിക്സ് ചെയ്തിരുന്നു, 2023. ഓക്കെ, അപ്പോൾ ആ ഡേറ്റിൽ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്തു. അതിനൊരു 60-70 ദിവസം മുന്നേ ആണ് ഇവർ വരുന്നത്. ഇവരൊരു 30-40 ദിവസം ഓളം ആയ സമയത്ത് പറഞ്ഞു, എല്ലാം കൂടി ഇവർ 4 പേര് ചേർന്ന് 3 സെയിൽസാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൺസേൺഡ് ഹോട്ടലിൽ ഒരു 3 ലക്ഷം രൂപയോളം ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി. ഓക്കെ, ബാക്കി പ്രോഗ്രാമിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ഈ പ്രോഗ്രാം മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വയ്ക്കുക, അതല്ലെങ്കിൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുക. ഇത് രണ്ടുമാണ് ഈ 4 പേരെന്നോട് പറഞ്ഞ ഓപ്ഷൻസ്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു തീരുമാനം മനസ്സിൽ തോന്നി. ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ചെയ്യണമല്ലോ. അപ്പോൾ മുന്നിലൊരു 40-45 ദിവസത്തോളം മുന്നോട്ടുണ്ട്. അപ്പോൾ 300 പേരുടെ പ്രോഗ്രാമാണ് നടത്തേണ്ടത്. ഒരു മാസം കൊണ്ട് 10 അല്ലെങ്കിൽ 20 ആളുകളെയാണല്ലോ ഞാൻ ഫോൺ വിളിച്ച് ആളുകളെ വിളിച്ച് സെയിൽസ് പഠിപ്പിക്കണത്, അല്ലേ? അപ്പോൾ 20 ക്ലോസിംഗ് ആണല്ലോ എൻ്റെ സ്കില്ല്. 300 എന്ന് പറയുമ്പോൾ അതിൻ്റെ 30 ഇരട്ടിയായി. എന്നാൽ ആ 45 ദിവസം കൊണ്ട് 300 ആളുകളെ ക്ലോസ് ചെയ്യാനും 300 ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം നടത്താനും കഴിഞ്ഞു. ഇത് ആക്ച്വലി ആ വരയുടെ പുറത്ത് കിടക്കലായിരുന്നു. അപ്പോൾ ഇത് പോസിബിൾ ആണ് എന്നത് സത്യമാണ്, അനുഭവമാണ്. എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒബ്വിയസ്ലി ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്നതുമാണ്.
അതാണ് ഈ ഒരു ചോദ്യത്തിനുള്ള അനുഭവം. അത് ശരിക്കും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ മറ്റുള്ളവർക്ക്? പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും, പഠിപ്പിച്ചു കൊടുക്കാൻ 100% കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. ആ വ്യക്തി അത് ചെയ്യാൻ കമ്മിറ്റഡ് ആണോ, ആൾ ഇൻറ്റൻഷനാലിറ്റിയോട് കൂടി അങ്ങനെ ഒരു കാര്യം ചെയ്യണോ എനിക്ക് എന്നാഗ്രഹിച്ച് വന്നിരിക്കുന്നൊരു വ്യക്തിയാണോ, ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അല്ലെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും, പക്ഷേ അദ്ദേഹത്തിന് നേട്ടമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. ഒരുപാട് സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രെയിൻ ടു ട്രെയിൻ പ്രോഗ്രാം ഒരുപാട്, എനിക്കൊന്ന് 300-ലധികം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് ഓർത്തെടുക്കുന്ന മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഓരോ ട്രെയിനിങ്ങുകളിലും അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ അതിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഈ 300 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾ 300 ട്രെയിനിങ് എങ്ങനെയെന്ന് ചിന്തിച്ചേക്കാം. അതിനുള്ളൊരു ഉത്തരം പറയുകയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൊജക്റ്റിലായിരുന്നു. അവിടെ ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട്. ഈ ട്രെയിനേഴ്സ് ആയിരുന്നു കേരളത്തിലുടനീളമുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിന്നതുകൊണ്ട് അവിടെ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് മാസ്റ്റർ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. ഈ മാസ്റ്റർ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ലീഡ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അവിടെ ലീഡ് ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവഴി ഈ മാസ്റ്റർ ട്രെയിനേഴ്സിനെയും അതിലൂടെ നിരവധി ട്രെയിനേഴ്സിനെയും, അതായത് ആയിരക്കണക്കിന് ട്രെയിനേഴ്സിനെയും ട്രെയിൻ ചെയ്യാനുള്ള അവസരം അസാപ് ത്രൂ ലഭിച്ചാണ്. അല്ലാതെ ഞാനായിട്ട് കണ്ടക്ട് ചെയ്ത വർക്ക്ഷോപ്സ് അല്ല. പക്ഷേ എനിക്ക് ആ ട്രെയിനിങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത്. അതിന് പൂർണ്ണമായും അസാപ്പിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അതിനന്ന് സഹായിച്ചത് വിവേകാനന്ദൻ സാറും വളരെ പ്രധാനപ്പെട്ട റോളിൽ തന്നെ സഹായിച്ചത് ശ്രീ അനിൽ പ്രസാദ് സാറുമാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ആക്ച്വലി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്. എനിവേ ആ എക്സ്പീരിയൻസ് വളരെയധികം മൂല്യമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരിക്കൽ രസകരമായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾ, ആ വ്യക്തി ചിരിക്കുന്നുണ്ട് ആക്ച്വലി അയാളുടെ ഉള്ളിൽ, പക്ഷെ പുറത്ത് ചിരിയില്ല. പക്ഷേ ആ സാധുവിനെ അറിയില്ല പുറത്ത് ചിരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആൾ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്തെല്ലാം ഫ്രണ്ടിലിരിക്കുന്ന സ്റ്റുഡൻസ് ആരും തിരിച്ചിരിക്കണില്ല. കാരണം ഇങ്ങനെ നോക്കണ ഒരു പരിശീലകൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾ ചിരിക്കണമെന്നില്ലല്ലോ. പക്ഷെ ആൾ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതെന്താ ഇവർ ചിരിക്കാത്തെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ്. അന്നൊരു കണ്ണാടി, അന്ന് ട്രെയിനിങ് എടുക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥലത്താണ് ട്രെയിനിങ് എടുക്കുന്നത്. അവിടെ ഒരു കണ്ണാടി എടുത്തിട്ട് ആൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മുന്നിൽ പോയി ഇങ്ങനെ പിടിച്ചു. ആളിത് കണ്ടപ്പോൾ പുള്ളിക്ക് അത് സങ്കടമായിപ്പോയി. കാര്യം അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങനെയാണ് ക്ലാസ് എടുക്കുമെന്ന് ഒരിക്കലും റിയലൈസ് ചെയ്തിട്ടില്ല. ഏതാണ്ട് 62-63 വയസ്സുള്ള റിട്ടയർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു സ്കിൽ ട്രെയിനറാണ്. ഒരു സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി വന്ന് അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി വന്നതാണ്. കാര്യം ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പഠിപ്പിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മനുഷ്യത് റിയലൈസ് ചെയ്യുകയും സങ്കടപ്പെട്ടിരിക്കുകയും തുടർന്ന് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനല്ല, നമ്മൾ ആ 30 പേര് ടോട്ടൽ ബാച്ച് കൂടി ഈ വ്യക്തിയെ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ പെരുമാറി ചിരിപ്പിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ചിരിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ വളരെ രസകരമായി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ പിറ്റേ ദിവസം ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് എന്നെ ഫോൺ വിളിച്ചിരിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് പറയണത് എവിടെയായിരുന്നു ഇത്രയും നാളെന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിക്കണമെന്ന്. അപ്പോൾ ആ ഒരു അമ്മ പറയുകയാണ്, ഈ മനുഷ്യൻ കല്യാണ ഫോട്ടോയിൽ പോലും ചിരിച്ചിട്ടില്ല, ഇപ്പോൾ ഇവിടെ കൊച്ചുമക്കളുടെ ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, അതായത് ഇത്രയും വർഷങ്ങളായിട്ട് പല റിയലൈസേഷൻ കിട്ടാത്ത ആളുകൾക്ക് റിയലൈസേഷൻ എന്നുള്ള ആസ്പെക്റ്റ് ട്രെയിനിങ്ങിലൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ആ ഓർമ്മ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഒന്ന് പറഞ്ഞു തന്നു, അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം ശരിക്കും എത്രമാത്രമുണ്ട്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ ചുരുക്കം ചില വ്യക്തിയുള്ള ഒരാളാണ് നവീൻ. അത് നവീൻ അറിയുകയും ചെയ്യാം അല്ലേ? അപ്പം ഞാനത് ചോദിക്കാൻ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നവീനോട്. പല കാര്യങ്ങൾക്ക് സ്നേഹമുണ്ട് ഭയങ്കര ആഴത്തിൽ. ശരിക്കും ഇത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രമാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ വേണ്ടത്, പേഴ്സണൽ ഗ്രോത്തിന്, വാട്ടെവർ എന്ത് തന്നെയായാലും ലൈഫിൽ? ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേ, ഇപ്പം നമ്മളിപ്പോൾ ഈ വിളക്ക് കൊളുത്തണം ആക്ച്വലി ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയാറുണ്ട്. അതെ, അറിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ പറയാമോ? താങ്കൾക്ക് തന്നെ പറയാമോ? വിളക്ക് കൊളുത്തുന്ന ഒരു സങ്കല്പത്തിൻ്റെ പുറകിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഇത്രയും നേരം നമുക്ക് വെളിച്ചം തന്നു, അതിനുശേഷം നമ്മൾ കത്തിക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റിയുടെ പുറകിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ
ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനാണ് എന്നുള്ളത് നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനാണെന്നാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനല്ല. ഇപ്പോൾ എനിക്ക് താങ്കളോട് 100% ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ഒരു 10 പേരെടുത്ത് എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ, ആക്ച്വലി ആരാ കോൺഫിഡൻ്റ് ആവണേ? എനിക്കൊരാൾ നന്ദി പറയണമെങ്കിൽ ആൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമുണ്ടല്ലേ നന്ദി പറയണേ. അപ്പം ഞാൻ നന്ദി പറയാന്ന് അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് വേണ്ടി ചെയ്യാൻ ആളുണ്ടെന്നുള്ള വിശ്വാസമല്ലേ വരണേ. അപ്പം നമ്മൾ കൂടുതൽ ആളുകളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയൊക്കെ ചെയ്താൽ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ശക്തമായി മുൻപോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് കൂടെ ഉണ്ടെന്നുള്ള തോന്നലല്ലേ വരണേ. ആ തോന്നൽ നമുക്ക് കരുത്ത് തരുമോ അതോ നമുക്ക് വീക്ക്നെസ് തരുമോ? കരുത്ത് തരും. തീർച്ചയായിട്ടും കരുത്ത് തരും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ റെലവൻ്റാണ്. കാരണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ജീവിക്കണതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു എക്സ്ട്രാ പവർ കിട്ടും, അല്ലെങ്കിൽ എക്സ്ട്രാ കരുത്ത് മാനസിക തലത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലും അതേപോലെ നമ്മുടെ അധ്യാപകരിലും അങ്ങനെയുള്ള മറ്റുള്ള ആളുകളിലൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് തുടർന്നും നമ്മളെ സഹായിക്കാനും തുടർന്നും നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാനും തോന്നും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഒരാൾ ചെയ്തു തരുന്ന ഉപകാരത്തിനുള്ള അപ്രീസിയേഷൻ കൂടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ അതിലൂടെ കരുത്താർജിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോട് തന്നെ ജീവിക്കുക എന്നുള്ളത് പ്രകൃതിയിലെ എല്ലാ ജീവജാലം ചെയ്യുന്നതാണ്, മനുഷ്യൻ മാത്രമാണ് ചെയ്യാത്തത്. മനുഷ്യൻ കൂടി അത് ചെയ്യാൻ തയ്യാറായാൽ അവന് വളരെയധികം ശക്തമായി തന്നെ ഈ ഭൂമിയിൽ പലതും അച്ചീവ് ചെയ്യാനും ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യാനൊക്കെ കഴിയും. ഈ പേഴ്സണൽ ഗ്രോത്തിന് സഹായമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? ഒരു വ്യക്തിയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വ്യക്തിയെ നമുക്കൊരു 5 തലത്തിൽ തിരിക്കണം. ഒരു വ്യക്തിക്ക് ശരീരമാണ്, നമുക്ക് കാണുന്ന ശരീരം അല്ലെങ്കിൽ സോക്കോൾഡ് ബോഡി അല്ലേ, അത് ഫിസിയോളജിക്കൽ എലിമെൻറ്റ്. 2 നമ്മുടെ ഒരു മെൻ്റൽ തലമുണ്ട്, മാനസിക തലമുണ്ട് അല്ലേ. മാനസിക തലത്തിൻ്റെ തന്നെ ഒരു അംശമായ ഇമോഷണൽ തലമുണ്ട് 3ാമത്. കൂടാതെ ബുദ്ധിയുടെ ഒരു തലമുണ്ട്. ഇത് 4 കൂടാതെ നമുക്കൊരു സ്പിരിച്വൽ തലമുണ്ട് എന്നുകൂടി പറയാം. അപ്പോൾ ഈ ഒരു 5 തലത്തിലാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിലിപ്പോൾ വൈകാരിക തലത്തിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ഞാൻ നിൽക്കണതാണ്, താങ്കൾ നിൽക്കണതാണ്, നമ്മുടെ പ്രേക്ഷകരും നിൽക്കാറുള്ളതാണ്. വൈകാരിക തലത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ചെന്നിരിക്കും, ദേഷ്യപ്പെടുന്നിരിക്കും അല്ലേ. ദേഷ്യപ്പെട്ടത് കുറച്ച് നേരത്തിന് ശേഷം ദേഷ്യപ്പെടണമായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ തലമായിരിക്കും അല്ലേ. ഇനി ദേഷ്യപ്പെട്ടില്ലൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്പിരിച്വൽ തലവും നമുക്കുണ്ട്. ദേഷ്യം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെങ്കിൽ കൈ വേദനിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേദന വരുമ്പോൾ ബോഡിയുടെ തലത്തിൽ നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഈ ഒരു 5 തലത്തിൽ ഓരോ മനുഷ്യനും എക്സ്പീരിയൻസുകളുണ്ട്. 5 തലത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കണമുണ്ട്. ഫിസിക്കലി ഫിറ്റായി മാറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഓടാൻ പറ്റണേ ഓടണം, അത്യാവശ്യം ഒരു സാധനം എടുത്ത് മാറ്റാൻ പറ്റണേ മാറ്റണം, അത്യാവശ്യം നമുക്കിട്ട് എന്തെങ്കിലും ഒരു ഉപദ്രവകരമായ രീതിയിൽ എന്തെങ്കിലും ജീവികളൊക്കെ വരികയാണെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അതിനുള്ളൊരു ബേസിക് ബലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരീരതലത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ ആ വ്യക്തി നടക്കാൻ പോവോ, ഓടാൻ പോവോ, പുഷപ്പ് ചെയ്യുമോ, നീന്താൻ പോവോ, ഡാൻസ് കളിക്കുകയോ, ആൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ മതി. ഫിസിക്കലി ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. മാനസിക തലത്തിൽ പലപ്പോഴും എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നൊരു കോമൺ മിസ്റ്റേക്ക്, നമ്മൾ മാനസിക തലത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്യാറില്ല. അത് മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ കാണും, പക്ഷേ അതിനനുസരിച്ച് ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടുള്ള ആ ഒരു ചൂടാക്കുന്ന പ്രോസസ്സ് ചെയ്യാറില്ല. അപ്പോൾ മാനസിക തലത്തിൽ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ ആ ചിന്തയെ ഷാർപ്പാക്കി മാറ്റുക എന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷാർപ്പായ മനസ്സിന് ഷാർപ്പായ കാര്യം നമ്മുടെ തലച്ചോറിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു മൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് താങ്കൾക്കാണെങ്കിലും 55x5 ടൈംസ് എഴുതിയപ്പോൾ മാനസിക തലത്തിലാണ് കോൺഫിഡൻസ് അല്ലെങ്കിൽ മാനസിക തലത്തിലാണ് അടുത്ത തലത്തിലേക്ക് ഒരു ചങ്കുറ്റം വന്നത് അല്ലേ. ഇനി അവിടെ നിന്നാണ് ഇമോഷണൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു സന്തോഷവും ഒരുപക്ഷെ ഒരു അഡ്രിനാലിൻ റഷൊക്കെ വരുന്നത് വളരെ അധികം നമുക്ക് എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഡോപ്പമിൻ റഷ് ഉണ്ടാക്കാൻ കഴിയും. പലതരത്തിലുള്ള ഹോർമോണൽ പമ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് പലതും ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കും. ഇതാണ് മാനസിക തലവും ഇമോഷണൽ തലവും. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാട്ട് പാടണമായിരിക്കാം. താങ്കൾ വളരെ നന്നായിട്ട് പാട്ട് പാടുന്നൊരു വ്യക്തിയാണ്. ഒരു 2 വരി ഒന്ന് പാടും, ഏതെങ്കിലും 2 വരി, ഏതെങ്കിലും ഒരു കീർത്തനത്തിൻ്റെ 2 വരി. പെട്ടെന്ന് ഓർമ്മ വരുന്നതാ ക്ഷീരസാഗരായിക്കോട്ടെ. ക്ഷീരസാഗര ശയന നനു ക്ഷീരസാഗര ശയന
ചിന്തല വേടവലേന ക്ഷീര സാഗര ശയന. ഇത് സന്തോഷമില്ല ഉണ്ട് അല്ലേ? അപ്പോൾ മാനസിക തലത്തിൽ എനിക്കും ഇഷ്ടമാണ് താങ്കളുടെ പാട്ട് കേൾക്കാനായിട്ട്, താങ്കൾക്ക് പാട്ട് പാടുന്നതിൽ സന്തോഷമുണ്ടല്ലേ? അപ്പോൾ അതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാനസിക തലത്തിൽ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഇനി ബുദ്ധിപരമായ തലത്തിൽ കൂടുതൽ കണക്ക് കൂട്ടലുകളാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തിനാ ഇതിന് മാത്രം കണക്ക് പഠിച്ചേ, ജീവിതത്തിൽ ആപ്ലിക്കേഷൻ ഇല്ലല്ലോ. പക്ഷേ ആ കണക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മളറിയാതെ ബൗദ്ധിക തലത്തിൽ പുതിയ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടുന്നുണ്ട്. ഇപ്പോൾ ചില കട്ടിയുള്ള ചില ശ്ലോകങ്ങൾ പഠിച്ചാൽ, അല്ലെങ്കിൽ കട്ടിയുള്ള ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ പഠിച്ചാൽ, ഇതൊക്കെ നമുക്ക് പുതിയ കണക്ഷൻസ് വരികയാണ്, ബൗദ്ധിക തലത്തിൽ വളരാൻ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ ചില കണക്കുകൾ കൂട്ടണതും കുറയ്ക്കണതും ഇതൊക്കെ തന്നെ നമുക്ക് ബുദ്ധിപരമായ തലത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത് മറ്റ് പല ഇൻഡ്യൂഷൻസിനും സഹായിക്കുന്നതാണ്. ഇനി സ്പിരിച്വൽ തലം എടുത്താൽ നമ്മുടെ ബ്രത്ത്, അതാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമല്ലോ അല്ലേ? അല്ലേ, ഇവിടെ നിന്ന് പോണ സമയത്ത് ഇവിടെ തൊട്ട് നോക്കാറുണ്ടല്ലേ, ശ്വാസം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ ശ്വാസത്തെ നിരീക്ഷിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ഉൾപ്പെടെ തുടക്കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ബ്രത്തിലൂടെ നമുക്ക് ഉള്ളറകളിലേക്ക് കടക്കാനുള്ള ടെക്നിക്സാണ്. അപ്പോൾ ഈ ഒരു 5 തലത്തിൽ ഒരു വ്യക്തി കൃത്യമായ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യണം. അതൊരു ഗോള് സെറ്റ് ചെയ്യണം. എനിക്ക് ഫിസിക്കലി എങ്ങനെ മാറ്റം ഉണ്ടാക്കാം, ഇനി എന്തൊക്കെ ചെയ്യേണ്ടത്, മെൻ്റലി എങ്ങനെ മാറ്റം ഉണ്ടാക്കാം, ഇമോഷണലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻ്റലക്ച്വലി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സ്പിരിച്വലി എങ്ങനെ എൻഹാൻസ്ഡ് ആവാം. 5 തലത്തിൽ കൃത്യമായി സെറ്റ് ചെയ്തൊരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഒരു 360 ഡിഗ്രിയിൽ പേഴ്സണൽ ഗ്രോത്ത് കൈവരിക്കാൻ കഴിയും. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കും, ഒരു വസ്തുതയാണ്. 2025 എന്താണ് ആഗ്രഹിക്കുന്ന ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? 2025 ഒരു ഗോള് വച്ചിട്ടുണ്ടെങ്കിൽ 2020 വെച്ച് നടക്കാതെ പോയ ഗോൾ പോലെ ആവരുത്. കാരണം പലപ്പോഴും ഗോളുകൾ ജനുവരി മാസത്തിലൂടെ അവസാനിക്കുകയാണ്. ജനുവരി മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗോള് 2026 ജനുവരിയിലാണ് അല്ലേ? അപ്പോൾ ഈ 12 മാസം ഈ ഗോളിനെ ഒന്ന് താലോലിക്കാനുള്ള മനസ്സുണ്ടാക്കണം. പലപ്പോഴും ഇത് മറന്നു പോകും അല്ലേ? പിന്നെ 2026 അതിനെപ്പറ്റി ചിന്തിക്കണത്. അപ്പോൾ ഇത് താലോലിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ അവർക്കൊരു ടൈം കൊടുത്തിട്ടുണ്ടല്ലേ? ആ ടൈമിലാണ് അവരത് കളിക്കേണ്ടത്. അതിൽ ഒരാൾ ആദ്യത്തെ 5 മിനിറ്റ് ഗോൾ അടിക്കണം എന്ന് പറഞ്ഞാൽ ഫുൾ ആവേശം വന്നിട്ട് 6ാമത്തെ മിനിറ്റിൽ റെസ്റ്റ് എടുക്കാൻ പോയി എന്തായിരിക്കും അവസ്ഥ അല്ലേ? അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന ആൾ പകുതി കയറിയതിന് ശേഷം ബാക്കി 2 മാസം കഴിഞ്ഞ് കയറാം എന്നൊന്ന് ഇറങ്ങി വന്നാൽ പിന്നെ എന്താവും, 1 കയറേണ്ടി വരും അല്ലേ? ഇത് വളരെ സിമ്പിളായി പറഞ്ഞെങ്കിലും ഗോളിൽ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഈ ഒരു വീഴ്ചയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ആ ഗോളിലേക്ക് യാത്ര ചെയ്യാൻ പലരും അറിയില്ല. കുറേ ആൾക്കാർ മറന്നു പോവാം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോളിനെ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഇത് തന്നെ 90% ആളുകളും ചെയ്യാറില്ല. അപ്പോൾ കേവലം ഇത് എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എഴുതി വെച്ച ആ ഒരു ഗോളിനെ മനസ്സിലിട്ട് വിഷ്വലൈസ് ചെയ്ത് ചിന്തിക്കാൻ കഴിയണം. അതിനുശേഷം ആ ഒരു ഗോള് നേടിയെടുക്കാൻ ചെയ്യേണ്ട ഒരു 100 കാര്യങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം. ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ലിസ്റ്റിൽ ഓരോ കാര്യത്തിൻ്റെ മുകളിലും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം അത് എവിടെ നിന്നൊക്കെയാണ് അതിനുള്ള ഹെൽപ്പ് കിട്ടണത്, ഏതൊക്കെ വ്യക്തികളായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത്, ഇതെല്ലാം എഴുതി തയ്യാറാക്കി ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കണം. ഇങ്ങനൊരു വലിയ ട്രാക്കിലൂടെ പോകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മഹത്തായ ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയണത്. A ടൈപ്പ്, B ടൈപ്പ്, C ടൈപ്പ് ഗോൾ എന്നൊക്കെ പറയും. വളരെ സാധാരണ ആയിട്ടുള്ള ഗോള്, നമുക്ക് സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ഗോള്, നമുക്ക് സാധ്യമല്ല എന്ന് ഇന്നത്തെ സമൂഹം പറയുന്ന ഗോൾ. ഇപ്പോൾ പറക്കണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണ്, അതൊരു C ടൈപ്പ് ഫാൻറ്റസി ഗോളാണ്. പക്ഷേ ഇപ്പം നിലവിൽ ആരും പറക്കാത്തതുകൊണ്ട് പറക്കുക എന്ന് പറയുമ്പോൾ അത് പ്രാന്താന്ന് പറയും അല്ലേ? പക്ഷെ ഒരാൾ പറഞ്ഞു കാണിച്ചാൽ 10 പേര് വരും എങ്ങനെ പറക്കണം എന്നുള്ള ടെക്നിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അത് C ടൈപ്പ് ഗോളാണ്. അപ്പോൾ നിങ്ങളുടെ ഗോൾ ഏതാണെങ്കിലും അതിനെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാനും ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നവീൻ ഇൻസ്പയേഴ്സ് എന്നാണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഏതൊരു വ്യക്തിക്കും ബേസിക്കായി പഠിക്കാൻ സഹായിക്കുന്ന, അതിൽ ഗോൾ സെറ്റിങ്ങിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങളില്ല, ബേസിക് കാര്യങ്ങളാണ്. 99 രൂപ മാത്രമേ അതിന് ചാർജുള്ളൂ. ഒരു 40 മിനിറ്റ്സിൽ ഗോൾ സെറ്റിംഗ് എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വർക്ക്ഷോപ്പും
കൂടാതെ ഒരു 999 പാക്കേജ് ഉണ്ട്. രണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെ 999 പാക്കേജ് ഉണ്ട്. അതിൽ 5 ദിവസം കൊണ്ട് കൃത്യമായി നമുക്ക് എനിക്ക് നേരത്തെ പറഞ്ഞ പ്രോസിലൂടെ ഒരാൾക്ക് കടന്നുപോയി അയാളുടെ ഗോളിലേക്ക് പോകാനുള്ള കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങളുണ്ട് മാർക്കറ്റിൽ. ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കണ്ടിട്ടാണെങ്കിലും നമ്മൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുക. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ഒരു പേപ്പറിൽ എഴുതി എല്ലാ ദിവസവും അതിനെ കാണാൻ തയ്യാറാവുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനു വേണ്ടി മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയും. എന്താണെങ്കിലും ഗോൾ സെറ്റ് ചെയ്യാൻ മാത്രം പോരാ, അല്ലെങ്കിൽ ഗോൾ ഉണ്ടായാൽ മാത്രം പോരാ. ആ ബോൾ തട്ടി അവിടെ വരെ പോകാനുള്ള കൺസിസ്റ്റൻസി നിർബന്ധമാണ്. ഇതിനെ ട്രിബിൾ ചെയ്യാനും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽസ് അനിവാര്യമാണ്. ഒരു ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഇടി കിട്ടിക്കഴിഞ്ഞാലും പിന്നെ എണീക്കാനുള്ള ആറ്റിറ്റ്യൂഡ് അനിവാര്യമാണ്. അതേപോലെ തന്നെ എന്താണ് ഈ ഗോൾ സെറ്റിംഗ് എന്നുള്ളതിൻ്റെ നോളജ് ആവശ്യമാണ്. കൂടാതെ ചില സ്ട്രാറ്റജികൾ, അവരിങ്ങനെയാണ് ടീം സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ടീം സെറ്റ് ചെയ്യണം, സ്ട്രാറ്റജികളും ആവശ്യമാണ്. അപ്പോൾ നോളജ് ലെവലിലും ആറ്റിറ്റ്യൂഡ് ലെവലിലും സ്കിൽ ലെവലിലും ഹാബിറ്റ് ലെവലിൽ ശീലങ്ങളും ഉണ്ടാവണം. ഹാബിറ്റ് ലെവലിലും സ്ട്രാറ്റജി ലെവലിലും നമ്മൾ മാറ്റം വരുത്തിയാലാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ആളുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷനിൽ ആൾ പണിയെടുക്കണം. ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആളുടെ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ഹാബിറ്റ് ആൻഡ് സ്ട്രാറ്റജി ഏരിയയിൽ ആൾ പണിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്.